അങ്ങനെ കൊച്ചി സെൻറ്റ് പീറ്റേഴ്സ് കുമ്പളങ്ങി ദേവാലയത്തിലെ ലോക റെക്കോർഡ് നേടിയ 303 വിശുദ്ധരുടെ ആ ഒരു വേഷങ്ങൾ അണിഞ്ഞ് ദേവാലയത്തിലെത്തിയ ആ ഒരു സംഘം എൻ്റെ പിന്നിലുണ്ട്. എൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് വിശുദ്ധരുണ്ട്. ഈ വിശുദ്ധരെ ആരൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് വിശുദ്ധരുണ്ട്. കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായിരിക്കുന്നു. എന്തായാലും നമുക്ക് ചോദിക്കാം. ഇത് ഇവിടുത്തെ കാറ്റസിൻ ടീച്ചറാണ്. കാറ്റസിൻ ടീച്ചർ തന്നെ ഒരു വിശുദ്ധയായിട്ട് വേഷമിട്ട് വന്നിരിക്കുകയാണ്. ടീച്ചറുടെ പേര് അനിത. ടീച്ചർ ഏത് വിശുദ്ധയാണ് ഇട്ടിരിക്കുന്നത്? സെയിൻറ്റ് ഹിൽഡ. ഹിൽഡ വിശുദ്ധയെക്കുറിച്ച് ഒന്ന് പറയൂ. വിശുദ്ധ ഇംഗ്ലണ്ടിൽ നസ്ട്രാംബി എന്ന സ്ഥലത്താണ് രാജകുടുംബത്തിൽ ജനിച്ചിട്ടുള്ളതാണ്. ഏതാണ് വിശുദ്ധ? അവർ ലേഡി ഓഫ് മേഴ്സി. അവർ ലേഡി ഓഫ് ബ്ലെസ്ഡ് റാണി മരിയ. സെയിന്റ് ലൂസി. സെയിന്റ് ലൂസി. സെയിന്റ് ജെർത്രൂദ്. 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 ഓക്കേ. സെയിന്റ് സൂസന്ന. സെയിന്റ് സൂസന്ന. സെയിന്റ് അന്നാവാങ്. അന്നാവാങ്. എന്നോട് പറഞ്ഞ പേര്? സെന്റ് ലൂയിസ് ഒമ്പതാമൻ, ഫ്രാൻസ്. സെയിന്റ് അഫ്രായ ഓഫ് ഓക്സ്ബർഗ്. ഈ കേട്ടതിൽ കുറച്ച് പേരുടെ പേര് അറിയാം, പക്ഷേ കുറേ പേരുടെ പേര് അറിയില്ല. ഇത് ആരാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ചോദിക്കാം. ചേച്ചി വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. കയ്യിലൊരു ഒരു കോലുണ്ട്, ഒപ്പം കുറച്ച് പുല്ലുണ്ട്, കൈ ഇങ്ങനെ കെട്ടിയിട്ടാണ് വന്നേക്കണം. ഇത്ര നേരം ഇത് തന്നെയായിരുന്നോ? ഇങ്ങനെ തന്നെയായിരുന്നു കുർബാന സമയം മുതൽ? എന്താണ് ഇതിന്റെ അർത്ഥം? അങ്ങനെ മറ്റേ വിശുദ്ധ ഒരു വേശ്യയായിരുന്നു. വിശുദ്ധന ഒരു ബിഷപ്പാണ് വിശുദ്ധയാക്കി ഇതിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് വിശുദ്ധയാക്കിയത്. പിന്നെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് വിശുദ്ധ ചുട്ടുവല്യാണ് ചെയ്തത്. ജീവനോടെ ചുട്ടുവല്യാണ് ചെയ്തത്. കോല് തടങ്കല്ലാക്കണ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ്. എന്താണ് ഇങ്ങനെ ഇപ്പൊ ഇത് പിള്ളേരാണ് ഒരുപാട് ചെയ്യുന്നത്, എന്തുകൊണ്ട് ചേച്ചിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി? ഒരവസരം കിട്ടിയപ്പോൾ അതൊരു തോന്നി. അതെ അതെ. അത്തരത്തിൽ ആ ഒരു വിശുദ്ധ ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ പേര് സാധാരണ ഡ്രസ്സാണ്, ഇത് കണ്ടിട്ട് വളരെ നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വിശുദ്ധരുടെ ഇടയിൽ എങ്ങനെയോ ഇവരെ നോക്കാൻ വേണ്ടി വന്ന് പെട്ടതാന്ന് പറഞ്ഞത്. ഇത് വിശുദ്ധിയാണല്ലേ? ചൈനയിലെ വിശുദ്ധയാണ്. ചൈനയിലെ വിശുദ്ധിയാണ്. ഓക്കെ. എന്താണ് വിശുദ്ധിനെ കുറിച്ച് പറയാനുള്ളത്? വിശുദ്ധ 14ാമത്തെ വയസ്സിൽ ബോക്സർ റിബീലിന്റെ ക്രൈസ്തവ വിശുദ്ധരെ വിശ്വാസികളെ ആ വിശ്വാസമതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴേക്കും എന്താ പറയണ ക്രൈസ്തവ മതം വെടിയൂലെന്ന് പറഞ്ഞ് ഇതാക്കിയ വിശുദ്ധയാണ്. ആ വിശുദ്ധ മരിച്ചത് ഇടത് കൈയും തലയും വെട്ടിയാണ് മരിച്ചതെന്നാണ് പറയുന്നത്. എങ്ങനെ ഈ വിശുദ്ധനെ കണ്ടുകിട്ടിയേ? ഞാനും ആദ്യമായിട്ട് കാണുന്നത്. എന്തായാലും അതാണ് ഇവിടുത്തെ ഒരു മനോഹരത. നമ്മൾ ചിന്തിക്കാത്ത പല വിശുദ്ധരെ നമുക്ക് കണ്ടു കിട്ടുന്നുണ്ട്. ഒപ്പം മോള് അവർ ലേഡി ഓഫ് മേഴ്സി. മനുഷ്യരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ടറിഞ്ഞ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മ വിശുദ്ധ പീറ്റർ നോളസ്കോക്കും അവരുടെ കൂട്ടുകാർക്കും വേണ്ടി പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് ധൈര്യം കൈവരിക്കുകയും അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റിമറിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ വേണ്ടി ത്യജിച്ച് മരിച്ച് അവർക്ക് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന് പറഞ്ഞ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുകയും അവർ സന്തോഷവും രക്ഷ കൈവരിക്കുകയും ചെയ്തതാണ്. ഇത് പരിശുദ്ധ അമ്മയാണ്. ഒപ്പം ഇവിടെ വിശുദ്ധ ലൂസി അല്ലേ? സൂസന്ന. ഓക്കെ. പഴയ അത് പറഞ്ഞു. 216 AD കാലഘട്ടത്തിലാണ് സൂസന്ന ജീവിച്ചത്. കഴുത്തറുത്ത് തന്നെയാണ് സൂസന്നയും കൊല്ലപ്പെട്ടത്. ഇതിൽ കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നു എൻ്റെ പേരും ടാനിയ സൂസൻ എനിക്ക് കോയിൻസിഡൻസ് ആയിട്ട് കിട്ടിയതാണ്. എങ്കിൽ പോലും ഇവിടെ എല്ലാവർക്കും കിട്ടിയിട്ടില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ട് എനിക്കും കിട്ടി. സൂസന്ന എന്നുള്ള പേര് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇത് ഇന്ന വിശുദ്ധരെന്ന് അറിയായിരുന്നോ? അറിയായിരുന്നു, പക്ഷേ സൂസന്ന എന്ന് പറഞ്ഞ 2 വിശുദ്ധരുള്ളതുകൊണ്ട് പർട്ടിക്കുലർ എനിക്ക് എൻ്റെ തന്നെ വിശുദ്ധനെ കിട്ടി. പക്ഷേ 2 വിശുദ്ധരാരൊക്കെ സൂസന്ന? ഒരു സൂസൻ ഓഫ് അഗസ്റ്റിൻ, സൂസൻ ഓഫ് മാർട്ടിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് കിട്ടിയത് സൂസൻ ഓഫ് മാർട്ടിൻ. അതാണ് പേരിന്റെ വിശുദ്ധയായിരുന്നു അല്ലേ? 2 വിശുദ്ധയുണ്ട്. ടാനിയയിലും ഒരു വിശുദ്ധയുണ്ട്. ടാനിയ സൂസൻ ഫുൾ നെയിമിൽ ടാനിയ ഒരു വിശുദ്ധയുണ്ട്, സൂസന ഒരു വിശുദ്ധ. എന്താണ് ഈ വിശുദ്ധനെ കുറിച്ച് പറയാനുള്ളത്? ഈ വിശുദ്ധനെ പറ്റി പറയുകയാണെങ്കിൽ 17ാമത്തെ വയസ്സിൽ ഡയക്ലീഷ്യൻ്റെ കാലത്ത് കല്യാണാലോചന വന്നിട്ട്, രാജാവിൻ്റെ കാലത്ത് കല്യാണാലോചന വന്നിട്ട് തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി കഴുത്തറത്ത് കൊല്ലാനും താൻ റെഡിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നൊരു വിശുദ്ധയാണ്. പീസ് ആൻഡ് ഫെയ്ത്ത് ആണ് പുള്ളിക്കാരുടെ മാറ്റം. അത് പുള്ളിക്കാരെ എപ്പോഴും കൊണ്ടുനടക്കാൻ ആഗ്രഹിച്ച പ്രകൃതിയോടും ദിവ്യകാരുണ്യത്തോടും ആയിരുന്നു പുള്ളിക്കാരുടെ സ്നേഹം. അപ്പോൾ അതിൻ്റെ 2 പ്രതീകങ്ങളാണ്. ജെർത്രൂദ്.
ജെട്രൂഡ്. ഓക്കെ, ഒന്ന് പറഞ്ഞേ, കേട്ടിട്ടുണ്ട് ജെട്രൂഡ്. പറഞ്ഞോ. എവിടെ നിന്നുള്ള വിശുദ്ധയാ? ഓക്കെ, പേര് മാത്രം അറിയാം. ഓക്കെ, പറഞ്ഞോ മോളെ. ലൂസിയ, ഞാൻ ആയിക്കോട്ടെ. കണ്ണ് കയ്യിലുണ്ട് അല്ലേ? കണ്ണ് ചുഴുന്നെടുത്താണ് മരിച്ചത്. പിന്നെ ചെവിയില് ഈയം ഉരുക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലൈൻഡ്സിനുള്ള സെയിൻ്റ് ആയിട്ടാണ് വാഴ്ത്തപ്പെട്ടിരിക്കുന്നത്. പിന്നെ AD 283 ജനിച്ചത്. 20 വയസ്സിലപ്പം മരണപ്പെട്ടു. എന്തായാലും ഈ ഒരു ഞാനൊരു കാര്യം ചോദിച്ചോ, കോമൺ ആയിട്ട്. ഓക്കെ, ചേട്ടനോട് ചോദിച്ചില്ല. ഇത് ഏത് വിശുദ്ധൻ? സെന്റ് ലൂയിസ്. എന്താണ് ഫ്രാൻസ്. എന്താണ് വിശുദ്ധനെ കുറിച്ച് പറയാനുള്ളത്? ഒരു രാജാവായിരുന്നു അദ്ദേഹം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനായതുകൊണ്ട് ഞാൻ ആ വേഷമാണ്. ഇതിനു മുമ്പ് അറിയായിരുന്നോ വിശുദ്ധനെ? വിശുദ്ധനെ അറിയായിരുന്നു. സെലക്ട് ചെയ്താണോ? സെലക്ട് ചെയ്തല്ല, ടീച്ചേഴ്സ് തന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത് എടുക്കുന്നത്. എന്താണ് അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം? എന്താ പറയാ, അല്ല, ഇഷ്ടപ്പെട്ട വിശുദ്ധൻ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്തുകൊണ്ട് ഇഷ്ടപ്പെടാൻ കാരണം? പുള്ളി ഒരു രാജാവായതുകൊണ്ടും പ്രജകളെ അത്ര സ്നേഹിച്ചുകൊണ്ടും മാത്രമുണ്ട്. ഓക്കെ, എന്തായാലും ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു പുതിയ വസ്ത്രമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ നിന്ന് ഇപ്പോൾ എന്താ ഒരു ഫീൽ ചെയ്ത്? എന്താണ് ഇപ്പോൾ വിശുദ്ധ കുർബാനയിലൊക്കെ ഇങ്ങനെ ഒരു വസ്ത്രം അണിഞ്ഞ് നിൽക്കുമ്പോൾ? എന്തോ ഞാനും ഒരു വിശുദ്ധിയായോ എന്നുള്ള ഫീലിംഗ് ആയിരുന്നു. ഫീലിംഗ് ആയി. ഓക്കെ, ഇനി ഒരു വിശുദ്ധമായിട്ട് ജീവിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇവിടെ? പ്രത്യേക ഒരു തിരഞ്ഞെടുപ്പ് അതെ, തെരഞ്ഞെടുത്താൻ തോന്നി. കുട്ടികൾക്കോ ഈ ഒരു വസ്ത്രമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ എന്ത് ഫീലാ വന്നേ? ഭാഗ്യമല്ലേ, വിശുദ്ധരുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഇന്ത്യയിൽ റെക്കോർഡൊക്കെ കയറാൻ പറ്റിയില്ലേ, അതൊക്കെ കയറാനൊക്കെ. നമ്മളിങ്ങനെ പല ഓരോ റോൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വിശുദ്ധരുടെ റോൾസിലേക്ക് നമുക്ക് കിട്ടിയപ്പോൾ അത് ഭയങ്കര ഒരു നമുക്ക് ദൈവികമായിട്ട് നമുക്ക് തോന്നി. ഇപ്പോൾ ആ വേഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ആ ഒരു പെർട്ടിക്കുലർ വിശുദ്ധനെ അറിയാൻ പറ്റി. പിന്നെ കുറേ പേര് ഇത്ര വിശുദ്ധന്മാരുണ്ടെന്ന് അറിയാൻ പറ്റി. ഈ ജെട്രൂദിനെ കുറിച്ച് ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ടിരുന്ന് തപ്പണം കേട്ടതാ, കേട്ട് അത് പഠിക്കണം. ഓക്കെ, വസ്ത്രം വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ, നല്ല രസമായിട്ട് അതിൻ്റെ വസ്ത്രം ചെയ്യുന്നത്. അപ്പോൾ ജെട്രൂദ് ആരാണെന്നുള്ളത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് വളരെ മനോഹരമായി ഈ ഒരു വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് തന്നെ ഇവരിവിടെ ഈ റെക്കോർഡിൽ പങ്കുചേർന്നു. ഒപ്പം വലിയൊരു വിശ്വാസ പ്രഘോഷണം, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശുദ്ധരായ ഈ വിശുദ്ധാത്മാക്കളെ ഇവരിവിടെ പ്രദർശിപ്പിക്കുന്നതിലോടുകൂടി അവരുടെ വസ്ത്രധാരണത്തിലൂടെ നമുക്കൊക്കെ ആ ഒരു വിശുദ്ധിയിലേക്ക് ജീവിക്കാനുള്ള വലിയൊരു സന്ദേശമാണ് ഇവർ നൽകുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് അത് ഫീൽ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. നന്ദി.